അതുപോലെ വെർബ് പഠിച്ച സമയത്ത് നമ്മൾ ഇൻഫിനിറ്റീവ് എന്ന് കേട്ടായിരുന്നു. ജെറണ്ട് പറഞ്ഞതുപോലെ വെർബ് പഠിച്ച സമയത്ത് ഇൻഫിനിറ്റീവ് പഠിച്ചായിരുന്നു. അപ്പൊ ഇൻഫിനിറ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബേസ് ഫോം, അതായത് V1 ഒക്കെ എന്താണെന്ന് മുന്നിലുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ പോയി കാണും. V1 മുന്നിൽ ടു ചേർത്ത് വരും. ഇപ്പം V1 എന്ന് പറഞ്ഞാൽ വെർബിന്റെ റൂട്ട് ഫോം, അതിന് മുന്നിൽ ടു ചേർക്കുമ്പോൾ ആണ് ഇൻഫിനിറ്റീവ് ആകുന്നത്. ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ ഉദാഹരണം V1 വോക്ക് എന്നതിന് മുന്നിൽ ടു ചേർത്തപ്പം ടു വാക്ക് നടക്കാൻ, ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ, അതുപോലെ ടു ജംപ് ചാടാൻ, ടു സ്ലീപ്പ് ഉറങ്ങാൻ, അങ്ങനെ പറയുന്നത്. ഈ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ V1 മുന്നിൽ ടു ചേർക്കുന്നു. ഇൻഫിനിറ്റീവില് ഇത് നാമമായോ ക്രിയാവിശേഷണമായോ അല്ലെങ്കിൽ നാമവിശേഷണമായോ പ്രവർത്തിക്കുന്നു. അപ്പം ടു ചേർന്ന് വരുന്ന ഈ വെർബ് എവിടെയൊക്കെ ഉപയോഗിക്കും? നാമം, ക്രിയാവിശേഷണം, നാമവിശേഷണം, ഇതൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇതിന് സ്വന്തമായിട്ടൊരു ടെൻസ് ഇല്ല. അതുപോലെ തന്നെ ഇത് ഉദ്ദേശത്തെ കാണിക്കുന്നു. എന്തിനാ? ടു വാക്ക് നടക്കാൻ, അയാൾ പോകുന്നു, നേരത്തെ പോകുന്നു, എന്തിനാ ടു വാക്ക് നടക്കാൻ? അതൊരു ഉദ്ദേശം അല്ലെങ്കിൽ ചില നാമങ്ങളെയോ നാമവിശേഷങ്ങളെയോ കാണിക്കുന്നു. എക്സാമ്പിൾ, ഐ നീഡ് ടു സ്ലീപ്പ്, എനിക്ക് ഉറങ്ങണം. എനിക്ക് എങ്ങനെയാ? ഐ നീഡ് ടു സ്ലീപ്പ്. ഉറങ്ങാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ആവശ്യമുണ്ട്. ടു സ്ലീപ്പ്, അവിടെ ഇതാണ് ഇൻഫിനിറ്റീവ്. ഷീ ലൈക്സ് ടു സ്വിം, അവൾ നീന്താൻ ഇഷ്ടപ്പെടുന്നു. ടു സ്വിം എന്തിനെ? ഷീ ലൈക്സ് ടു സ്വിം, നീന്താൻ. അടുത്തത് ഇൻഫിനിറ്റീവിന്റെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. ആസ് എ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന എവിടാന്ന് നോക്ക്. ഒരു വാക്യത്തിലെ സബ്ജക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പം ഇതെന്താവുന്നു? നൗൺ ആകുന്നു. ടു സ്വിം ഇൻ ദാറ്റ് റിവർ മേ ബി ഡേഞ്ചറസ്, ആ നദിയിലെ നീന്തൽ എന്തായിരിക്കും? മേ ബി ഡേഞ്ചറസ്, അപകടകരമായേക്കാം. ഇവിടെ ടു സ്വിം നീന്താൻ, ആ നദിയിലെ നീന്താൻ അല്ലെങ്കിൽ ആ നദിയിലെ നീന്തൽ. ഇവിടെ ടു സ്വിം എന്ന് പറഞ്ഞ ഇവിടെ ഇൻഫിനിറ്റീവ് ആയിട്ടാണ് നൗൺ ആയിട്ട് വന്നിരിക്കുന്നത്, ഈ ഇൻഫിനിറ്റീവ് ടു സ്വിം. അടുത്തത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കും. അതെങ്ങനെയാന്ന് നോക്കാം. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് ഉദാഹരണം, ഷീ വാണ്ട്സ് ടു റെസ്റ്റ്, അവൾക്ക് ആവശ്യമാണ് എന്താണ്? ടു റെസ്റ്റ് എടുക്കാൻ. ഐ ലൈക്ക് ടു റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, എനിക്ക് ഇഷ്ടമാണ് എന്താണ്? ടു റൈറ്റ്, എഴുതാൻ. എങ്ങനെ? ഇൻ ഇംഗ്ലീഷിൽ എഴുതാൻ. ടു റൈറ്റ്, എഴുതാൻ എനിക്കിഷ്ടമാണ്. ഇവിടെ ഒബ്ജക്റ്റ് വന്നു. സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റ് എന്താന്നൊക്കെ നേരത്തെ പഠിച്ചു. ആ ഒബ്ജക്റ്റ് ആണ് ഇവിടെ. ഷീ വാണ്ട്സ് ടു റെസ്റ്റ്, ടു റൈറ്റ്. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. അടുത്തത് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ട് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കും. ഉദാഹരണം, ഹിസ് അംബിഷൻ, അവന്റെ ആഗ്രഹം. ഈസ് ആകുന്നു എന്താണ്? ടു ഫ്ലൈ, പറക്കാൻ. അടുത്തത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന എവിടെയാ? ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു, എനിക്ക് ചെയ്യാൻ ഒരുപാട് വർക്കുണ്ട്. ടു ഡു, ചെയ്യാൻ. ലോട്ട് ഓഫ് വർക്ക് അഡ്ജക്റ്റീവ് ആയിട്ട്, നാമവിശേഷണമായിട്ട് വന്നു. അടുത്തത് ആഫ്റ്റർ ആൻ അബ്ജക്റ്റീവ്, ഒരു നാമവിശേഷണത്തിന് ശേഷം വരും. അതിന് ഉദാഹരണം നോക്ക്. ഇറ്റ് ഈസ് വണ്ടർഫുൾ ടു ഹാവ് ക്ലോസ് ഫ്രണ്ട്സ്. ഇവിടെ ടു ഹാവ് ഉണ്ടായിരിക്കൽ, ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കൽ വണ്ടർഫുൾ ആണ്. അടുത്തത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി പേഷ്യന്റ്, ക്ഷമയുണ്ടായിരിക്കൽ പ്രാധാന്യമാണ്. ടു ബി, ആയിരിക്കുക. അടുത്തത് ആഫ്റ്റർ എ നൗൺ. അടുത്ത് നോക്ക്, ആഫ്റ്റർ എ നൗൺ ഓർ പ്രോനൗൺ ഒബ്ജക്റ്റ്. നൗൺ ഒബ്ജക്റ്റിനോ അല്ലെങ്കിൽ പ്രോനൗൺ ഒബ്ജക്റ്റിനോ ശേഷം ഉപയോഗിക്കും. റെഫറിങ് ടു എ പേഴ്സൺ, ഒരു വ്യക്തിയെ റെഫർ ചെയ്യാൻ. എക്സാമ്പിൾ, ഐ ഇൻവൈറ്റഡ് എ ഫ്രണ്ട്, ഞാനൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്തു, ക്ഷണിച്ചു. ടു അറ്റൻഡ്, ഇവിടെ കണ്ടോ? ടു അറ്റൻഡ്, പങ്കെടുക്കാൻ. ദ പാർട്ടി, ആ പാർട്ടിയിൽ. അടുത്ത നോക്ക്, യൂസ്ഡ് ദ ക്വസ്റ്റ്യൻ വേർഡ്, ക്വസ്റ്റ്യൻ വേർഡിൽ ഉപയോഗിക്കുന്നുണ്ട്. യൂസ്ഡ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്, ക്വസ്റ്റ്യൻ വേർഡ് ഉള്ള ഇതിൽ ഉപയോഗിക്കുന്നു. ഡു യു നോ, നിനക്കറിയാവോ? വാട്ട് ടു ഡു, ഇവിടെയും എന്തു ചെയ്യാൻ. ടു ഡു, ചെയ്യാൻ. കണ്ടോ? അപ്പം ഇത്രയും സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് ഏത് ഉപയോഗിക്കുന്നത്? ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്. ഇൻഫിനിറ്റീവ് എന്താണെന്ന് മനസ്സിലായല്ലോ?